आज की हिंदी कक्षा में सभी को स्वागत है. ഇന്നത്തെ ഹിന്ദി ക്ലാസ്സിലേക്ക് ഏവർക്കും സ്വാഗതം. ആധുനിക ഹിന്ദി ഗദ്യ സാഹിത്യത്തിലെ പ്രസിദ്ധനായ എഴുത്തുകാരനാണ് ഹരിശങ്കർ പ്രസായ്. അദ്ദേഹത്തിൻ്റെ രചനകൾ എല്ലാം വ്യംഗ്യ രചനകളാണ്. ഹാസ്യാത്മകമായിട്ടാണ് അദ്ദേഹം എല്ലാ രചനകളും രചിച്ചിട്ടുള്ളത്. आधुनिक गद्य साहित्य के जाने माने लेखक है हरिशंकर प्रसाई. उनका रचनाओं का विशेषता यह है कि വ്യംഗ്യാത്മക എന്ന് പറഞ്ഞാൽ ഹാസ്യാത്മകം, സമൂഹത്തിലെ അനീതിയും അഴിമതിയും എല്ലാം തുടച്ച് നീക്കാൻ അദ്ദേഹം തൻ്റെ കഥകളിലൂടെ ഹാസ്യാത്മകമായി അവതരിപ്പിച്ചുകൊണ്ട് അദ്ദേഹം ശ്രമിച്ചിട്ടുണ്ട്. നമുക്ക് അദ്ദേഹത്തിൻ്റെ സദാചാർ ക താബീസ് എന്ന് പറയുന്ന കഹാനിയാണ് പഠിക്കാനുള്ളത്. സദാചാർ എന്ന് പറഞ്ഞാൽ ഗുഡ് ബിഹേവിയർ, നല്ല ഗുണം, നല്ല പെരുമാറ്റം എന്നാണ്. താബീസ് എന്ന് പറഞ്ഞാൽ മന്ത്രം എഴുതി കിട്ടുന്ന തകിട്, മന്ത്രത്തകിട് ആണ്. അപ്പോൾ നല്ല ബിഹേവിയർ ലഭിക്കാൻ അല്ലെങ്കിൽ നല്ല ഗുണത്തിന് വേണ്ടിയിട്ടുള്ള തകിട് എന്നാണ് ഈ കഹാനിയുടെ പേര്. നമുക്ക് കഥയിലേക്ക് കടക്കാം. ഈ കൊടുത്തിരിക്കുന്നതാണ് താബീസ്. ഇതിനെയാണ് തകിട് എന്ന് പറയുന്നത്. सदाचार का ताबीज. एक राज्य में हल्ला मचा कि भ्रष्टाचार बहुत फैल गया है. राजा ने एक दिन दरबारियों से कहा, प्रजा बहुत हल्ला मचा रही है कि सब जगह भ्रष्टाचार फैला हुआ है. ഒരു രാജ്യത്ത് അവിടുത്തെ പ്രജകളെല്ലാവരും ബഹളം വയ്ക്കാൻ തുടങ്ങി. ഹല്ലാ മച്ചന എന്ന് പറഞ്ഞാൽ ബഹളം വയ്ക്കുക. ഭ്രഷ്ടാചാർ ബഹുത് ഫൈൽ ഗയാ ഹൈ. എന്തുകൊണ്ടാണ് ബഹളം വയ്ക്കുന്നത്? അഴിമതി ഒരുപാട് വ്യാപിച്ചിട്ടുണ്ടെന്ന് പറഞ്ഞിട്ടാണ് ബഹളം വയ്ക്കുന്നത്. राजा ने एक दिन दरबारियों से कहा, प्रजा बहुत हल्ला मचा रही है कि सब जगह भ्रष्टाचार फैला हुआ है. അങ്ങനെ അവിടുത്തെ ആ കൊട്ടാരത്തിലെ രാജാവ്, ആ രാജ്യത്തെ രാജാവ് അവിടുത്തെ ആ രാജസദസ്സിലെ പ്രമാണിമാരായ ആ സദസ്യരായ അല്ലെങ്കിൽ പ്രമാണിമാരായവരോട് പറഞ്ഞു, പ്രജ ബഹുത്ത് ഹല്ലാ മച്ചാ രഹി ഹെ കി സബ് ജഗ ഭ്രഷ്ടാചാർ ഫൈലാ ഹുവാ ഹെ. പ്രജകളെല്ലാവരും ബഹളം വെച്ചുകൊണ്ടിരിക്കുകയാണ്. എന്തെന്നാൽ എല്ലായിടത്തും എല്ലാ പ്ലേസിലും അഴിമതി വ്യാപിച്ചിട്ടുണ്ട് എന്ന് പറഞ്ഞിട്ട്. ഒരു രാജ്യമാണ്, അവിടുത്തെ ആ രാജ്യം നോക്കേണ്ട ആളാണ് രാജാവ്. അതുകൊണ്ട് ഇങ്ങനെയൊരു സംഭവം നടന്നത് കാരണം രാജാവിനാണ് അത് ബാധിക്കുക. അങ്ങനെ രാജാവ് അവിടുത്തെ പ്രമാണിമാരോട് തൻ്റെ മന്ത്രിമാരോടും ഒക്കെ പറയുകയാണ്, ഇങ്ങനെ ബഹളം വയ്ക്കുന്നുണ്ടെന്ന്. ഹമേ തോ ആജ് തക് കഹി നഹി ദിക്ക. ഞാൻ ഇതുവരെയും ഭ്രഷ്ടാചാരനെ കണ്ടിട്ടില്ല. തും ലോഗോ കോ ദേക്കാ ഹെ തോ ബത്താഹോ. നിങ്ങൾക്ക് കാണുകയാണെങ്കിൽ പറയൂ എന്ന് പറയുകയാണ്. ഇതൊരു തമാശ രീതിയിൽ അല്ലെങ്കിൽ ഹാസ്യാത്മക രീതിയിലാണ് നമ്മൾ ചിന്തിക്കേണ്ടത്. അത്രയ്ക്കും ഒരു മന്ദബുദ്ധി അല്ലെങ്കിൽ വിവരം കെട്ട ഒരു രാജാവായിട്ടാണ് ഇവിടെ രചനാകാരൻ ചിത്രീകരിച്ചിരിക്കുന്നത്. കാരണം ഭ്രഷ്ടാചാര, അഴിമതി എന്ന് പറയുന്നത് ഒരു വസ്തുവല്ല. അതിനെ കണ്ടിട്ടുണ്ടെങ്കിൽ എന്നോട് പറയൂ എന്നൊക്കെയാണ് ഇവിടെ രാജാവ് തൻ്റെ രാജസദസ്സിലെ പ്രമാണിമാരോട് പറയുന്നത്.
दरबारियों ने कहा, जब हुजूर को नहीं दिखा तो हम कैसे दिख सकता है. അങ്ങനെ പ്രമാണിമാർ പറഞ്ഞു, ജബ് ഹുസൂർ കോ നഹി ദിക്കാ തോ ഹം കൈസെ ദിഖ് സക്താ ഹൈ. ഹുസൂർ എന്ന് പറഞ്ഞാൽ അങ്ങുന്ന്, അങ്ങേക്ക്, അങ്ങേക്ക് കാണാൻ സാധിക്കുന്നില്ലെങ്കിൽ ഞങ്ങളെങ്ങനെ കാണാനാണെന്ന് പ്രമാണിമാർ മറുപടി കൊടുത്തു. राजा ने कहा, नहीं ऐसा नहीं है, कभी कभी जो मुझे नहीं दिखता वो तुम्हें दिखता होगा. രാജാവ് പറഞ്ഞു, അത് കേട്ടപ്പോൾ രാജാവ് പറഞ്ഞു, അങ്ങനെയല്ല, നഹി ഐസ നഹി ഹെ, കഭി കഭി ജോ മുझे नहीं दिखता वो तुम्हें दिखता होगा. ചിലപ്പോഴൊക്കെ എനിക്ക് കാണാൻ സാധിക്കാത്തത് നിങ്ങൾക്ക് കാണാൻ സാധിച്ചേക്കാം, കാണുന്നുണ്ടാകാം. जैसे मुझे बुरे सपने कभी नहीं दिखते पर तुम्हें दिखते होंगे. എപ്രകാരമാണ് എനിക്ക് മോശമായ പേടിപ്പെടുത്തുന്ന സ്വപ്നങ്ങളൊന്നും ഞാൻ കാണാറില്ല, പക്ഷേ നിങ്ങൾ കാണുന്നുണ്ടായിരിക്കാം. दरबारियों ने कहा, जी दिखते हैं पर वो सपनों की बात है. പ്രമാണിമാർ മറുപടി പറഞ്ഞു, ആ കാണാറുണ്ട്, പർവ്വ സ്വപ്നോക്കി ബാത്ത്, പക്ഷെ അത് സ്വപ്നത്തിൻ്റെ കാര്യമല്ലേ. സ്വപ്നത്തിൽ ചിലപ്പോൾ നമ്മൾ മോശപ്പെട്ട സ്വപ്നങ്ങളൊക്കെ കാണാമായിരിക്കും. രാജാനെ കഹാ, फिर भी तुम लोग सारे राज्य में ढूंढ कर देखो कि कहीं भ्रष्टाचार तो नहीं है. രാജാവ് പറഞ്ഞു, നിങ്ങൾ ഈ രാജ്യം മുഴുവൻ അന്വേഷിക്കൂ, അന്വേഷിച്ചിട്ട് നോക്കൂ അത് അഴിമതിയാണോ എന്ന്. अगर कहीं मिल जाए तो हमारे देखने के लिए नमूना लेते आना. ഇനി അഥവാ അന്വേഷിക്കുന്ന സമയത്ത് കിട്ടുകയാണെങ്കിൽ ഹമാരെ ദേഖ്നേക്കിലെ എനിക്ക് കാണാൻ വേണ്ടിയിട്ട് നമൂന ലെത്തെ ആന, അതിൻ്റെ ഒരു സാമ്പിൾ, നമൂന കാ അർത്ഥ ഹെ സാമ്പിൾ, അതിൻ്റെ ഒരു സാമ്പിൾ കൊണ്ടുവരണം. നിങ്ങൾ ചിന്തിച്ചോണം, ഇത് എപ്രകാരമുള്ള ഒരു രാജാവാണെന്ന്, ഒരു രാജ്യത്തിൻ്റെ രാജാവാണ്, എപ്രകാരമാണ് അദ്ദേഹം ചിന്തിക്കുന്നതും പറയുന്നതും എന്ന് ചിന്തിക്കണം. ഹം ഭി തോ ദേഖേ കി കൈസെ ഹോത്താ ഹൈ, അതെനിക്കും അറിയണം അത് എങ്ങനെയുള്ള ഒരു സാധനമാണെന്ന്, കാണാൻ എങ്ങനെയാണെന്ന് എനിക്ക് അറിയണമെന്ന് രാജാവ് ദർബാരിയോ സെ कहता है. एक दरबारी ने कहा, हुजूर वह हमें नहीं दिखेगा. ആ പ്രമാണിമാരിൽ രാജ്യസദസ്സിലെ ആ സദസ്യരിൽ ഒരാൾ പറഞ്ഞു, അങ്ങുന്നേ, അത് ഞങ്ങൾക്ക് കാണാൻ സാധിക്കില്ല. സുനാ ഹെ വ ബഹുത് ബാരിക് ഹോത്ത ഹെ, കേട്ടിട്ടുണ്ട് അതൊരു വളരെ നേർത്ത ചെറുത് ആയിട്ടുള്ള ഒരു കാര്യമാണ്, അത് കാണാൻ സാധിക്കില്ല. ബാരിക് എന്ന് പറഞ്ഞാൽ നേർത്തത്, വളരെ ചെറുത്. हमारी आंखें आपकी विराटता देखने की इतनी आदत हो गई कि हमें बारीक चीज़ नहीं दिखती. ഞങ്ങളുടെ കണ്ണുകൾ അങ്ങയുടെ വിരാടത, അങ്ങയുടെ വളരെ വലിയ രൂപം, വ്യക്തിത്വം, അതുമാത്രം കണ്ട് ശീലമായിപ്പോയി, അങ്ങയെ മാത്രമേ കണ്ടിട്ടുള്ളൂ. ഇവിടെ വിരാടത എന്ന് പറഞ്ഞാൽ വളരെ വലിയ എന്നുള്ള അർത്ഥമാണ്, വ്യക്തിത്വം എന്നൊക്കെ അർത്ഥമുണ്ട്. അപ്പോൾ അങ്ങയെ കണ്ട് ശീലമായിപ്പോയി, ആദത്ത് എന്ന് പറഞ്ഞാൽ ശീലം. ഹമേ ബാരിക് ചീസ് നെഹി ദിക്തി, ഞങ്ങൾക്ക് നേർത്തതൊന്നും കാണാനായിട്ട് സാധിക്കില്ല, അങ്ങയുടെ വലിയ ശരീരവും വ്യക്തിത്വവും ഒക്കെയാണ് കാണാനായിട്ട് സാധിക്കുള്ളൂ, ഞങ്ങളുടെ കണ്ണുകളിൽ അങ്ങയെ മാത്രമേ കാണാൻ സാധിക്കുള്ളൂ, ഇതുപോലത്തെ സാധനങ്ങളൊന്നും കാണാൻ സാധിക്കില്ല എന്നാണ് ദർബാരി പറയുന്നത്. വാട്ട് എ ചാപ്ലൂസ്. ഇവിടെ ചാപ്ലൂസ് എന്ന് ഉദ്ദേശിച്ചത് പേടിത്തൊണ്ടൻ, നീചൻ എന്നാണ്. ഹമേ भ्रष्टाचार दिखा भी तो उसमें हमें आपका ही छवि दिखेगी, क्योंकि हमारी आंखों में तो आपकी ही सूरत बसी है. ഇനി അഥവാ ഞങ്ങൾക്ക്
ഈ അഴിമതി ഭ്രഷ്ടാചാർ കാണാൻ സാധിക്കുകയാണെങ്കിൽ അതിൽ ഞങ്ങൾക്ക് അങ്ങയുടെ സൗന്ദര്യമാണ്, ചവി എന്ന് പറഞ്ഞാൽ സൗന്ദര്യം, അങ്ങയുടെ സൗന്ദര്യമാണ് കാണാൻ സാധിക്കുക. എന്തെന്നാൽ ക്യോങ്കി ഹമാരി ആങ്കോമേ തോ ആപ്കി ഹി സൂരത്ത് ബസി ഹെ, കാരണം ഞങ്ങളുടെ കണ്ണുകളിൽ അങ്ങയുടെ മുഖമാണ് ഉള്ളത്, കുടികൊള്ളുന്നത്, ബസീഹെ. അതുകൊണ്ട് ഞങ്ങൾക്ക് എന്ത് കണ്ടാലും അത് അങ്ങായിട്ട് ഞങ്ങൾക്ക് തോന്നും എന്ന് ഇവിടെ ദർബാരി മറുപടി കൊടുത്തു. पर आपने राज्य में एक जाति रहती है जिसे विशेषज्ञ कहते हैं. എന്നിട്ട് പറയുകയാണ്, പക്ഷേ നമ്മുടെ രാജ്യത്ത് ഒരു പ്രത്യേക ജാതി വസിക്കുന്നുണ്ട്, അല്ലെങ്കിൽ ഉണ്ട്. ജിസെ വിശേഷജ്ഞ कहते हैं, അവരെ വിശേഷജ്ഞ എന്നാണ് അറിയപ്പെടുന്നത്. വിശേഷജ്ഞ എന്ന് പറഞ്ഞാൽ സ്പെഷ്യലിസ്റ്റ്. इस जाति के पास कुछ ऐसा अंजन होता है कि उसे आंखों में आंच कर वे बारीक से बारीक चीज़ भी देख लेते हैं. ഇവിടെ ദർബാരി പറയാണ്, ഒരു പ്രത്യേക ജാതി നമ്മുടെ ഇവിടെ രാജ്യത്തുണ്ട്. ആ ജാതിയിൽപ്പെട്ടവർ അവരെ വിശേഷജ്ഞ എന്നാണ് അറിയപ്പെടുന്നത്. അവരെ എടുത്ത്, ആ ജാതിയിൽപ്പെട്ടവരുടെ അടുത്ത് ഒരു പ്രത്യേക കാജൽ, അഞ്ചൻ എന്ന് പറഞ്ഞാൽ കാജലാണ്, കൺമഷി ഉണ്ട്. ഉസെ ആങ്കോമേ ആഞ്ച്കർ, അത് കണ്ണിൽ ഇട്ടിട്ട്, ആഞ്ജന ലഗാക്കർ എന്ന് പറഞ്ഞാൽ, ആഞ്ജന എന്ന് പറഞ്ഞാൽ ലഗാക്കർ എന്നുള്ള അർത്ഥമാണ്. ആ മഷി ഇട്ടിട്ട് വേ ഭാരിക് സെ ഭാരിക്, വളരെ നേർത്ത അല്ലെങ്കിൽ ചെറിയ സാധനങ്ങളൊക്കെ ചീസ് ബി ദേഖ് ലേത്തെ ഹെ, ആ കൺമഷി പുരട്ടിയാൽ വളരെ നേർത്ത ചെറുതായിട്ടുള്ള സാധനങ്ങളൊക്കെ കാണാൻ സാധിക്കുമെന്നാണ് പറയപ്പെടുന്നത്. മേരാ നിവേദൻ ഹെ കി मेरा निवेदन है कि इन विशेषज्ञों को ही हुजूर भ्रष्टाचार ढूंढने का काम सौंपे. എൻ്റെ റിക്വസ്റ്റാണ് कि इन विशेषज्ञों को ही हुजूर भ्रष्टाचार ढूंढने का काम सौंपे. എൻ്റെ റിക്വസ്റ്റ് എന്തെന്ന് വെച്ചാൽ, ഈ സ്പെഷ്യലിസ്റ്റ് ആയിട്ടുള്ള ആൾക്കാരോട് അങ്ങ് നിർദ്ദേശം കൊടുക്കണം, ഈ ജോലി ഏൽപ്പിക്കണം അവരെ. സോംപന എന്ന് പറഞ്ഞാൽ സമർപ്പിക്കണം. ഭ്രഷ്ടാചാർ ढूंढने का काम, ഈ അഴിമതിയെ കണ്ടുപിടിക്കാനുള്ള ഈ ജോലി ഇവരെ ഏൽപ്പിക്കണമെന്ന്, സമർപ്പിക്കണമെന്ന് എക് ദർബാറിനെ, ഒരു പ്രമാണി പറഞ്ഞു. രാജാനെ വിശേഷജ്ഞ ജാതിക്ക് 5 ആദ്മി ബുലായെ ഒരു കഹ. അങ്ങനെ രാജാവ് സ്പെഷ്യലിസ്റ്റായിട്ടുള്ള ആ ജാതിയിൽപ്പെട്ടവരെ 5 ആളുകളെ വിളിച്ചു വരുത്തി. എന്നിട്ട് പറഞ്ഞു, സുനാ ഹെ ഹമാരെ രാജ്യ മേ ഭ്രഷ്ടാചാർ ഹെ, കേട്ടു നമ്മുടെ രാജ്യത്ത് ഭ്രഷ്ടാചാർ ഉണ്ടെന്ന് കേട്ടു. पर वह कहाँ है ये पता नहीं चलता, പക്ഷേ അത് എവിടെയാണെന്ന് അറിഞ്ഞിട്ടില്ല, മനസ്സിലാകുന്നില്ല. തും ലോഗ് ഉസ്ക പത്താ ലഗാവോ, നിങ്ങൾ അത് അന്വേഷിക്കണം. അഗർ മിൽ ജായെ തോ പക്കഡ് കർ ഹമാരെ പാസ് ലേ ആന, അഥവാ കിട്ടുകയാണെങ്കിൽ അതിനെ പിടിച്ച് ഞങ്ങളെ എൻ്റെ അടുത്ത് കൊണ്ടുവരണം. അഗർ ബഹുത് ഹോ തോ നമൂനയ്ക്ക് ലിയെ തോടാ സാ ലേ ആന, ഇനി ഒരുപാടുണ്ടെങ്കിൽ, വളരെയധികം ഉണ്ടെങ്കിൽ അതിൻ്റെ ഒരു സാമ്പിൾ എടുത്തിട്ട് കുറച്ച് കൊണ്ടുവരണം എന്ന് ഈ മണ്ടനായ രാജാവ് പറഞ്ഞു. ഇവിടെ രാജാവിലൂടെയും അതുപോലെ ദർബാറിയിലൂടെയും ഒക്കെ നമ്മുടെ സമൂഹത്തിലെ വലിയ വലിയ ഉന്നത സ്ഥാനങ്ങളിൽ വഹിക്കുന്ന പല മേഖലകളിലും അഴിമതിയും ഒക്കെ നടക്കുന്നുണ്ട്. അപ്പോൾ അത് നടത്തുന്നവരും അത് സ്വീകരിക്കുന്നവരും അവരെയൊക്കെയാണ് ഇവിടെ നമ്മുടെ രചനാകാരൻ ഉദ്ദേശിക്കുന്നത്. അവർക്ക് മേലുള്ള ഒരു അടിയാണ്, പ്രഹാർ ഹെ. അപ്പോൾ അത് ഹാസ്യാത്മക രീതിയിൽ അവതരിപ്പിക്കുകയാണ് ഇവിടെ ലേഖകൻ. വിശജ്ഞോനെ ഉസി ദിൻ സെ ചാൻ ബീൻ ശുരു കർ ദി. അങ്ങനെ ആ സയൻറ്റിസ്റ്റ് 5 പേരും
ആ ദിവസം മുതൽ അന്വേഷണം ആരംഭിച്ചു छानबीन 2 महीने बाद वे फिर से दरबार में हाजिर हुए അങ്ങനെ 2 മാസത്തിന് ശേഷം അവർ വീണ്ടും കൊട്ടാരത്തിൽ രാജസദസ്സിൽ ഹാജരായി രാജാനെ പൂച്ച രാജാവ് അവരോട് ചോദിച്ചു വിശേഷജ്ഞോ തുമാരി ജാഞ്ച് പൂരി ഹോ ഗയി വിശേഷജ്ഞരെ നിങ്ങളുടെ അന്വേഷണം ജാഞ്ച് കംപ്ലീറ്റ് ആയോ ജി സർക്കാർ അതെ സർക്കാർ എന്നുദ്ദേശിച്ചത് രാജാവിനെയാണ് ക്യാ തുമേ ഭ്രഷ്ടാചാർ മില എന്താ അഴിമതിയെ നിങ്ങൾക്ക് ലഭിച്ചോ ജി ബഹുത് സമില്ല അതെ ഒരുപാട് ലഭിച്ചു രാജാനെ ഹാത്ത് ബടായ രാജാവ് കൈനീട്ടി ലാവോ മുझे ബത്താവോ ആ കൊണ്ടുവരൂ എന്നോട് പറയൂ ദേക്കും കൈസ ഹോത്തായ നോക്കട്ടെ എങ്ങനെയാണെന്ന് രാജ സോച്ച് മേ പടുകെ രാജ ചിന്തയിൽ മുഴുകി बोले എന്നിട്ട് പറഞ്ഞു विशेषज्ञों तुम कहते हो कि वो सूक्ष्म है अगोचर है और सर्वव्यापी है ये गुण तो ईश्वर के हैं तो क्या भ्रष्टाचार ईश्वर है ആ സ്പെഷ്യലിസ്റ്റ് ആയിട്ടുള്ള ആൾക്കാരോട് ആയിട്ട് പറഞ്ഞു രാജാവ് പറഞ്ഞു നിങ്ങൾ പറയുന്നത് ഇത് സൂക്ഷ്മമാണ് അപ്രകടമാണ് അതായത് കാണാൻ സാധിക്കാത്ത ഒന്നാണ് അഗോച്ചർ ഓർ സർവവ്യാപിയാണ് ഈ ഗുണങ്ങളൊക്കെ ഉള്ളത് ഈശ്വരനല്ലേ ഈശ്വർക്ക് ഹേ तो क्या ഭ്രഷ്ടാചാർ ഈശ്വർ ഹേ അപ്പോൾ ഈ ഭ്രഷ്ടാചാർ എന്ന് പറയുന്നത് ഈശ്വരനാണോ സൂക്ഷ്മമാണ് പ്രകടമായതല്ല സർവവ്യാപിയാണ് ഈ ഗുണങ്ങളൊക്കെ ഈശ്വരൻ്റെതല്ലേ അപ്പോൾ ഭ്രഷ്ടാചാർ അഴിമതി എന്ന് പറയുന്നത് ഈശ്വരനാണോ എന്ന് ഈ മണ്ടനായ രാജാവ് ചോദിക്കുകയാണ് വിശേഷജ്ഞോനെ കഹ സ്പെഷ്യലിസ്റ്റുകൾ പറഞ്ഞു ഹാ മഹാരാജ് അബ് ഭ്രഷ്ടാചാർ ഈശ്വർ ഹോ ഗയാ ഹൈ അതെ മഹാരാജാവേ ഇപ്പോൾ അഴിമതി ഈശ്വരനായി മാറിയിരിക്കുകയാണ് ഏക് ദർബാറിനെ പൂച്ച ഒരു പ്രമാണി ചോദിച്ചു കൊട്ടാരത്തിലെ पर वह कहाँ है പക്ഷെ അത് എവിടെ കൈസെ അനുഭവ ഹോത്താ ഹെ അതെങ്ങനെയാണ് അനുഭവപ്പെടുന്നത് വിശേഷജ്ഞോനെ ജവാബ് ദിയ സ്പെഷ്യലിസ്റ്റായിട്ടുള്ളവർ രാജാവ് ജോലി ഏൽപ്പിച്ചവർ മറുപടി കൊടുത്തു വ സർവത്ര ഹെ അത് സർവത്രമാണ് വ ഇസ് ഭവൻ മെ ഹെ അത് സർവവ്യാപിയാണ് അത് ഈ ഭവനത്തിലുമുണ്ട് കൊട്ടാരത്തിലുമുണ്ട് വ മഹാരാജ് കെ സിംഹാസൻ മെ ഹെ അത് രാജാവിൻ്റെ സിംഹാസനത്തിലുമുണ്ട് സിംഹാസൻ മേ ഹേ കേൾക്ക രാജ സാഹബ് ഉച്ചൽക്കർ ധൂർ ഖടേ ഹോ ഗയേ അത് കേട്ടതും സിംഹാസനത്തിലുണ്ടെന്ന് കേട്ടതും രാജാവ് ഉച്ചൽക്കർ ചാടി എഴുന്നേറ്റ് ദൂരത്ത് പോയി നിന്നു ഉച്ചൽന ചാടി കുതറി പേടിച്ച് വിശേഷജ്ഞോനെ കഹ हाँ सरकार सिंहासन में है पिछले माह इस सिंहासन पर रंग करने के जिस बिल का भुगतान किया गया है वह बिल झूठा है സ്പെഷ്യലിസ്റ്റായിട്ടുള്ളവർ പറഞ്ഞു അതെ സർക്കാർ നമ്മുടെ ഈ സിംഹാസനത്തിലുമുണ്ട് പിछले माह കഴിഞ്ഞ മാസം इस सिंहासन पर रंग करने के जिस बिल का भुगतान किया गया है ഈ സിംഹാസനത്തിന് കളറടിക്കാൻ പെയിൻ്റ് അടിക്കാൻ വേണ്ടിയിട്ടുള്ള പേയ്മെൻറ്റ് നടത്തിയപ്പോൾ ആ ബില്ലിൻ്റെ പേയ്മെൻറ്റ് നടത്തിയപ്പോൾ ഭുക്താൻ പേയ്മെൻറ്റ് വ ബിൽ ജൂട്ടാ ഹെ ആ ബിൽ സത്യമായിരുന്നില്ല കളവായിരുന്നു ചതിയായിരുന്നു അല്ലെങ്കിൽ തെറ്റായിരുന്നു വ വാസ്തവമേ ദുഗ്നേ ധാം കാ ഹെ അത് ശരിക്കും ആ ബില്ല് ശരിക്കും ദുഗ്നേ ധാം കാ ഹെ രണ്ടിരട്ടി വിലയുടേതാണ് ദുഗ്നേ ധാം എന്ന് പറഞ്ഞാൽ രണ്ടിരട്ടി വില ആധാ പൈസ ബീച്ച് വാലെ കാകയായി പകുതി പൈസ മധ്യസ്ഥനായിട്ട് നിന്ന ബീച്ച് വാലെ ഇടയിൽ നിന്ന ആൾ വാങ്ങി കാകയെന്ന് ഉദ്ദേശിച്ചത് വാങ്ങിയെന്നാണ്
आपके पूरे शासन में भ्रष्टाचार है. അങ്ങയുടെ ഭരണത്തിൽ മൊത്തം അഴിമതിയുണ്ട്. शासन भरणम और वह मुख्यतः घूस के रूप में है. അത് പ്രധാനമായിട്ടും റിഷ്വത്തിൻ്റെ രൂപത്തിലാണ്. ഗുസ് എന്ന് പറഞ്ഞാൽ റിഷ്വത്താണ്, കൈക്കൂലി. അപ്പോൾ ഇവിടെ സ്പെഷ്യലിസ്റ്റ് പറയുന്നത് സിംഹാസനം പെയിൻ്റ് അടിച്ചതിൻ്റെ ബില്ല് അത് ചെയ്ത സമയത്ത്, അതിന് പേയ്മെൻറ്റ് ചെയ്ത സമയത്ത് 2 ഇരട്ടി ബില്ലാണ് അടിച്ചത്. യഥാർത്ഥ ബില്ലല്ല. അപ്പോൾ അതിൻ്റെ പകുതി പൈസ അവർ ഷെയർ ചെയ്തെടുത്തു, പെയിൻ്റ് അടിച്ചതിൻ്റെ ആൾക്കാർ. അങ്ങനെ അവരവിടെ അഴിമതി കാണിച്ചു. അതുകൊണ്ട് തന്നെ ഈ കൊട്ടാരം മൊത്തം അഴിമതി വ്യാപിച്ച് കിടക്കുന്നുണ്ടെന്നാണ് ഇവിടെ സ്പെഷ്യലിസ്റ്റായിട്ടുള്ള ആൾക്കാർ പറയുന്നത്. അത് റിഷ്വത്തിൻ്റെ രൂപത്തിലാണെന്നാണ് പറയുന്നത്. विशेषज्ञों की बात सुनकर राजा चिंतित हुए और दरबारियों के कान कड़े हुए. ഈ സ്പെഷ്യലിസ്റ്റായിട്ട് ആൾക്കാരുടെ ഈ കാര്യം കേട്ടിട്ട്, അവർ പറഞ്ഞത് കേട്ടിട്ട് രാജാവ് ചിന്തിതനായി. അതുപോലെ തന്നെ ദർബാരിയോക്ക് കാൻ കടേ ഹുവേ, പ്രമാണിമാരുടെ ഖാൻ കടേ ഹുവേ. ഖാൻ കടേ ഹുവ എന്ന് പറഞ്ഞ ഒരു മുഹാവരയാണ്. അവർ വളരെ സൈലൻ്റായി അല്ലെങ്കിൽ ജാഗരൂകരായിട്ട് അവിടെ നിന്നുപോയി, ഞെട്ടി നിന്നുപോയി. രാജാനെ കഹ, രാജാവ് പറഞ്ഞു, യെ തോ ബഡി ചിന്താ കി ബാത്ത് ഹൈ, ഇത് നമ്മൾ ചിന്തിക്കേണ്ട കാര്യമാണ്. ഹം ഭ്രഷ്ടാചാർ ബിൽക്കുൽ മിട്ടാനാ ചാഹത്തെ ഹൈ, ഞാൻ അല്ലെങ്കിൽ നമ്മൾ അഴിമതി തുടച്ചു നീക്കാൻ ആഗ്രഹിക്കുന്നു. വിശേഷജ്ഞോ തും ബത്താ സക്തെ ഹോ കി वो कैसे मिट सकता है. അങ്ങനെ രാജാവ് സ്പെഷ്യലിസ്റ്റായിട്ടുള്ള അവരോട് പറയുകയാണ്, എങ്ങനെ ഇത് തുടച്ചു മാറ്റും, പറയാൻ സാധിക്കുമോ? വിശേഷജ്ഞോനെ കഹാ, हाँ महाराज, हमने उसकी भी योजना तैयार की है. അതേ മഹാരാജാവേ, ഞങ്ങൾ അതിൻ്റെയും പ്ലാൻ, യോജന തയ്യാറാക്കിയിട്ടുണ്ട്. भ्रष्टाचार मिटाने के लिए महाराज को व्यवस्था में बहुत परिवर्तन करने होंगे. അഴിമതി തുടച്ചു നീക്കണമെങ്കിൽ മഹാരാജാവിന് വ്യവസ്ഥമേ, ഈ ഭരണരീതിയിൽ അല്ലെങ്കിൽ നീതിയിൽ ഒരുപാട് മാറ്റങ്ങൾ വരുത്തേണ്ടതായിട്ടുണ്ട്. ഏക് തോ ഭ്രഷ്ടാചാർ കെ മോക്കെ മിട്ടാനേ ഹോങ്കെ, അതിലൊന്ന് ഭ്രഷ്ടാചാർ കെ മോക്കെ, അഴിമതിയുടെ അവസരങ്ങൾ തുടച്ചു നീക്കണം. അഴിമതി ഉണ്ടാക്കാനുള്ള അവസരങ്ങൾ ആദ്യം മാറ്റണം. ജൈസെ ടേക്കാ ഹേ തോ ठेकेदार है और ठेकेदार है तो अधिकारियों को घुस है. എപ്രകാരമാണോ ടേക്ക, കോൺട്രാക്റ്റ് ഉള്ളത്, കോൺട്രാക്റ്റ് ഉണ്ടെങ്കിൽ ठेकेदार है, കോൺട്രാക്റ്റേഴ്സ് ഉണ്ടാകും. और ठेकेदार है तो अधिकारियों को घुस है, കോൺട്രാക്റ്റേഴ്സ് ഉണ്ടെങ്കിൽ അധികാരികൾക്കാണ് കൈക്കൂലി. അതായത് വാങ്ങുന്നവനെയും അത് കൊടുക്കുന്നവനെയും എല്ലാം തുടച്ചു മാറ്റേണ്ടതുണ്ട്. ഇവിടെ ടേക്കാ ഹേത്തോ ടേക്കദാർ എന്ന് ഉദ്ദേശിച്ചത് കോൺട്രാക്റ്റ് ഉണ്ടെങ്കിൽ അത് കോൺട്രാക്റ്റ് കൊടുക്കാനും അത് ഏറ്റെടുക്കാനും ആൾക്കാരുണ്ടെന്നാണ് ഉദ്ദേശിച്ചത്. അതായത് അഴിമതി കാണിക്കാനും അഴിമതി കൈക്കൂലി കൊടുക്കാനും ഒക്കെ ആൾക്കാരുണ്ട്. അതിൻ്റെയൊക്കെ പിന്നിൽ ഒരുപാട് ആൾക്കാരുണ്ട്. അപ്പോൾ അതൊക്കെ തുടച്ചു നീക്കണം, തുടക്കത്തിൽ നിന്നേ തുടച്ചു നീക്കേണ്ടതായിട്ടുണ്ട്. ടേക്ക മിട്ട് ജായേ തോ ഉസ്കി ഘുസ് മിട്ട് ജായേ, കോൺട്രാക്റ്റ് ഇല്ലാണ്ടായാൽ കൈക്കൂലി റിഷ്വത്തും ഇല്ലാണ്ടാകും. ഇസി തരഹ് ഓർ ബഹുത് സി ചീസേ ഹൈ, ഇതുപോലെ തന്നെ ഒരുപാട് കാര്യങ്ങൾ അല്ലെങ്കിൽ സാധനങ്ങളുണ്ട്. കിൻ കാരണോ സെ ആദ്മി ഘുസ് ലേത്ത ഹൈ യഹ് ഭി വിചാരണീയ ഹൈ, എന്താണ് ഇതിൻ്റെ കാരണം, ഇങ്ങനെ റിഷ്വത്ത് വാങ്ങാനുള്ള കാരണം, അതും നമുക്ക് ചിന്തിക്കേണ്ടതായിട്ടുണ്ട്. അപ്പോൾ എന്താണ് കാരണം എന്ന് കണ്ടുപിടിക്കണം, ഇത് കൊടുക്കാനുള്ള കാരണം കണ്ടുപിടിക്കണം, ആരൊക്കെയാണോ വാങ്ങുന്നത്
ആരൊക്കെയാണ് കൊടുക്കുന്നത് അതൊക്കെ തുടച്ചു മാറ്റേണ്ടതായിട്ടുണ്ട് എന്നാണ് ഇവിടെ ഉദ്ദേശിച്ചത്. राजा ने कहा, अच्छा तुम अपनी पूरी योजना रख जाओ, हम और हमारा दरबार उस पर विचार करेंगे. വിശേഷജ്ഞ ചലേ ഗയേ. അങ്ങനെ രാജാവ് പറഞ്ഞു. ഇത് കേട്ടിട്ട് രാജാവ് പറഞ്ഞു, ആ താങ്കൾ ഈ താങ്കളുടെ ഈ പ്ലാൻ ഇവിടെ വെച്ചിട്ട് പോയിക്കോളൂ. ഞങ്ങളിത് രാജസദസ്സ് അതിൽ ചിന്തിക്കട്ടെ, ആലോചിക്കട്ടെ, അത് പഠിച്ച് ആലോചിക്കട്ടെ എന്ന് രാജാവ് പറഞ്ഞു. അങ്ങനെ വിശേഷജ്ഞ എല്ലാവരും പോയി. രാജാനെ और दरबारियों ने भ्रष्टाचार मिटाने की योजना को पढ़ा. അങ്ങനെ രാജാവും പ്രമാണിമാരൊക്കെ ചേർന്ന് അഴിമതിയെ തുടച്ചു നീക്കാനുള്ള ആ പ്ലാൻ, യോജന പഠിച്ചു. ഉസ് पर विचार किया. അതിലൊരുപാട് ആലോചിച്ചു. विचार करते दिन बीतने लगे और राजा का स्वास्थ्य बिगड़ने लगा. അങ്ങനെ ആ പ്ലാൻ, വിശേഷജ്ഞ ഉണ്ടാക്കിയ ആ പ്ലാൻ ഒക്കെ പഠിച്ച് എങ്ങനെയൊക്കെ തുടച്ച് മാറ്റാം, എന്തൊക്കെ കണ്ടെത്തി എന്നൊക്കെയുള്ള ആ റിപ്പോർട്ട് രാജാവ് പഠിച്ചതിന് ശേഷം, രാജാവിൻ്റെ ഒരുപാട് ദിവസം കഴിഞ്ഞതിന് ശേഷം രാജാവിൻ്റെ ആരോഗ്യം തന്നെ ബിഗഡ്നെ ലഗ, നശിക്കാൻ തുടങ്ങി. കാരണം അത്രയ്ക്കും അഴിമതി ആ രാജ്യത്തുണ്ട്, അതിൻ്റെ പങ്കാളികൾ ഒരുപാട് പേരുണ്ട്. അപ്പോൾ അത് പഠിച്ച് തീരുമ്പോഴത്തേക്കും, അത് തുടച്ചു നീക്കാനുള്ള റിപ്പോർട്ടൊക്കെ ഉണ്ട്, അതൊക്കെ പഠിച്ച് തീരുമ്പോഴത്തേക്കും രാജാവ് ആകെ ആരോഗ്യം എല്ലാം നശിച്ചു പോയി. ഏക് ദിൻ ഏക് ദർബാരിനെ കഹ. അങ്ങനെ ഒരു ദിവസം ഒരു പ്രമാണി പറഞ്ഞു, മഹാരാജ് ചിന്ത കെ കാരണം ആപ്കാ സ്വാസ്ഥ്യ ബിഗഡ്താ ജാ രഹാ ഹൈ. ഇങ്ങനെ ചിന്തിക്കരുത്, ചിന്തിക്കുന്നത് കാരണം താങ്കളുടെ ആരോഗ്യം നശിച്ചുകൊണ്ടിരിക്കുകയാണെന്ന് ഒരു ദർബാരി രാജാവിനോട് പറഞ്ഞു. ഉൻ വിശേഷജ്ഞോനെ ആപ്കോ ജഞ്ചട് മേ ഡാൽ ദിയ. ആ സ്പെഷ്യലിസ്റ്റ്സാണ് ഇതിന് കാരണം. അവർ താങ്കളെ അങ്ങയെ കുഴപ്പത്തിൽ ചാടിച്ചിരിക്കുകയാണ്. ജഞ്ചട് എന്ന് പറഞ്ഞാൽ കുഴപ്പം, പ്രശ്നത്തിൽ, സങ്കടത്തിൽ. രാജാനെ കഹ. രാജാവ് പറഞ്ഞു, ഹാ മുझे रात को नींद नहीं आती. എനിക്ക് രാത്രി ഉറക്കം വരുന്നില്ല. ദൂസറ ദർബാരി ബോല. രണ്ടാമത്തെ പ്രമാണി പറഞ്ഞു, ऐसी रिपोर्ट को आग के हवाले कर देना चाहिए जिससे महाराज की नींद में കലൽ ना पड़े. ഇതുപോലെയുള്ള റിപ്പോർട്ടൊക്കെ കത്തിച്ച് കളയുകയാണ് വേണ്ടത്. ആഗ് കെ ഹവാല എന്ന് ഉദ്ദേശിച്ചത് കത്തിച്ച് കളയുക. ജിസസെ മഹാരാജ് കി നീന്ത് മേ കലാൽ നാ പടേ. ഇത് കാരണം മഹാരാജാവിൻ്റെ ഉറക്കം തടസ്സമുണ്ടാകാൻ പാടില്ല. അതുകൊണ്ട് ഇത് കത്തിച്ച് കളയണം ഈ റിപ്പോർട്ട് എന്ന് രണ്ടാമത്തെ പ്രമാണി പറഞ്ഞു. രാജാനെ കഹ, പർ ക്യോ കരേ ക്യാ. രാജാവ് പറഞ്ഞു, പർ കരേ ക്യാ, എന്തു ചെയ്യും. തും ലോഗോ നെ ഭി ഭ്രഷ്ടാചാർ മിട്ടാനെ കി യോജന കാ അധ്യയൻ കിയാ ഹെ. നിങ്ങളും പഠിച്ചതല്ലേ ഭ്രഷ്ടാചാർ തുടച്ചു നീക്കാനുള്ള, അഴിമതി തുടച്ചു നീക്കാനുള്ള പ്ലാൻ നിങ്ങളും പഠിച്ചതല്ലേ. തുമാര ക്യാ മത്ത്, നിങ്ങളുടെ അഭിപ്രായം എന്താണ്. മത്ത് എന്ന് പറഞ്ഞാൽ അഭിപ്രായം, റായ്. ക്യാ ഉസേ കാം മേ ലാനാ ചാഹിയേ. അവർ തന്നിരിക്കുന്ന ആ പ്ലാൻ നടത്തണോ എന്ന് രാജാവ് ചോദിക്കുകയാണ്. ഇത്രയുമാണ് ഇന്നത്തെ ക്ലാസ്. എല്ലാവർക്കും മനസ്സിലായെന്ന് കരുതുന്നു. एक राज था, वहाँ एक राजा था. वो राजमहल में, वो महल में दरबारियाँ थे. राज्य में हल्ला मचा कि भ्रष्टाचार फैल गया है. ये सुनकर राजा दरबारियों से कहा कि ये पकड़ कर लाओ. आप लोग देखे होंगे तो वो पकड़ कर लाओ. लेकिन दरबारियों ने कहा कि वो बहुत भारी होता है. हम लोग आपका ही सूरत देखा है, आपके अलावा कुछ भी नहीं देख सकता. कुछ भी देखेंगे तो उसमें आपकी सूरत देख सकते हैं. ऐसे दरबारियों ने कहा, हमारे राज्य में एक ऐसे जाति है जिसे विशेषज्ञ कहते हैं. उन लोगों ने अपने आँखों से देख सकते हैं. अगर काजल लगाएंगे तो
उसके बाद राजा ने उन लोगों को बुलाने के लिए बोला और वे आए, और उसके बाद उन्होंने जांच करने के बाद राजा से बोला कि वो बहुत सूक्ष्म है, अगोचर है, सर्वव्यापी है, ईश्वर के समान है, पकड़ कर लाना असंभव है, क्योंकि ये राज्य में या आपकी इस भवन में, इस महल में, आपके सिंहासन में वो व्याप्त हैं। यही नहीं, आपकी सिंहासन को रंग करने के जिस बिल का भुगतान किया गया वह बिल भी झूठा है, वास्तव में दुगने धाम का है। आधा पैसा तो बीच वाले खा गए हैं। इसलिए भ्रष्टाचार आपके शासन में है, वो घुस के रूप में है। इसके बाद विशेषज्ञों ने एक योजना बनाया कि कैसे मिटाओ, राज्य से भ्रष्टाचार को कैसे मिटाएंगे। एक योजना बनाया, वो योजना पढ़कर राजा की स्वास्थ्य बिगड़ने लगा और दरबारियों से राजा पूछता है कि क्या करूं, और ये काम में लाने के लिए हमें क्या करना है। इतना ही हम आज पढ़ा है। आशा करता हूँ आप लोग को समझ में आया है। ये भ्रष्टाचार केवल भ्रष्टाचार ही नहीं, दहेज प्रथा, रिश्वत आदि अनेक समस्याएं हमारे समाज में व्याप्त हैं। तो ये राजाओं के इनका पात्रों के ज़रिए हमारे समाज में निहित अधिकारियों पर व्यंग्य रूपों में प्रहार किया है यहाँ लेखक ने। आज की कक्षा इतना ही। धन्यवाद।